ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുത്തിന് മുസ്ലിം ആകാനും മുസ്ലിമായി ജീവിക്കാനും വേണ്ട കാര്യങ്ങൾ എഴുതി വെപ്പിക്കാൻ അള്ളാഹുവും മലക്കും മുഹമ്മദും മറന്നുപോയി. പക്ഷേ മുഹമ്മദിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ലഭിക്കാൻ, ഒന്നിനും ഒരു മുട്ടില്ലാതെ ഒന്നിനും ഒരു കുറവില്ലാതെ കൃത്യമായി ലഭിക്കാൻ ആവശ്യമായ സംഗതികൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ എഴുതി വയ്ക്കാൻ അതിൻ്റെ എഴുത്തുകാർ മറന്നതുമില്ല. അതായത് മുഹമ്മദിൻ്റെ അനുയായികളായിരിക്കുന്നവർ, അവരെ കൊണ്ടാണല്ലോ മുഹമ്മദൊക്കെ എഴുതിപ്പിക്കുന്നത്. മുഹമ്മദ് എഴുത്തുമാനെ അറിയില്ലല്ലോ, അങ്ങനെയാണല്ലോ ഇവർ തന്നെ പറയുന്നത്. അപ്പോൾ മുഹമ്മദിനെ വിഗ്രഹവൽക്കരിക്കുവാൻ വേണ്ടി മുഹമ്മദും മുഹമ്മദിൻ്റെ അനുയായികളും കൂടി തങ്ങളുടെ ഇഷ്ടത്തിന് എഴുതി വെച്ച ഗ്രന്ഥമാണ് ഖുർആൻ എന്നതിന് വേറെ തെളിവ് അന്വേഷിച്ച് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇവരുടെ വിശ്വാസപ്രകാരം, ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ ഖുർആൻ എന്ന് പറയുന്നത് സർവ്വപ്രപഞ്ചവും ഉണ്ടാകുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നതാണ്. മനസ്സിലായോ? ഇത് സൃഷ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇസ്ലാമിക ലോകത്തിനകത്ത് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം വന്നിട്ടില്ല.